ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ലെറ്റ്സ് ജ്യൂസ് കോർണർ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്ത് കുഞ്ഞ് ബെല്ലൈക്കൺ കാണും, അതിൽ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നരിച്ചെടുക്കാം. അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് 3 പ്രാവശ്യം നരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ 3 പ്രാവശ്യം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തായിട്ടൊരു ബൗളിലേക്ക് 4 റൂം ടെമ്പറേച്ചറുള്ള മുട്ട പൊട്ടിച്ച് വെച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 നുള്ള് ഉപ്പും 1 സ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് 1 മിനിറ്റ് പതഞ്ഞ് വരുന്നിടം വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയൊക്കെ 1 മിനിറ്റ് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാവേ. അപ്പോൾ നമ്മൾ പഞ്ചസാര പൊടിച്ചതെല്ലാം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഏത് റിഫൈൻഡ് ഓയിലായാലും ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ സൺഫ്ലവർ ഓയിൽ 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിലൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു വിസ്ക് ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നേരത്തെ അരിച്ച് മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം മുഴുവൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് റൂം ടെമ്പറേച്ചറുള്ള പാല് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. അപ്പം മുഴുവനും ചേർത്ത് കൊടുത്തിട്ട് ഒന്നിച്ച് മിക്സ് ചെയ്തെടുക്കല്. കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് വേണമെങ്കിൽ മാത്രം ബാക്കിയുള്ളതും കൂടി ചേർത്ത് കൊടുത്താൽ മതി. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ പാലൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ 1 അടപ്പ് ഫുഡ് കളറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. റെഡ് കളറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി.
ഇനി ഈ ഒരു ബാറ്റർ നേരത്തെ തന്നെ ഓയിലൊക്കെ തടവി ബട്ടർ പേപ്പർ ആക്കിയിട്ടൊരു കേക്ക് ടിന്നിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിലത്തെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് തട്ടിക്കൊടുക്കാം. തട്ടിക്കൊടുക്കുന്നത് ഇതിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. 5 മിനിറ്റ് കൊണ്ട് പ്രീഹീറ്റ് ആവുന്ന ഓവൻ സെറ്റപ്പിലേക്ക് കേക്ക് ബാറ്റർ വെച്ച് കൊടുത്തിട്ട് ഇതൊരു 35 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ആയിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ ഇതായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പം നമ്മുടെ കേക്കൊക്കെ ഇവിടെ ആറി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കേക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതൊന്ന് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ മേൽഭാഗത്തുനിന്ന് കുറച്ച് കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കണം. ഇത് നമുക്ക് ഡെക്കറേഷൻസിന് വേണ്ടിയിട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ താണ്ടി ഇതേപോലെ റൗണ്ടിന് ലെവലാക്കി തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ കേക്ക് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഐസിങ് ചെയ്യാം. അപ്പോൾ അതിനായിട്ടൊരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഇതിൻ്റെ സെൻറ്ററായിട്ട് ഒന്ന് തേച്ചെടുക്കാം. ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത് നമ്മുടെ കേക്ക് ഇതിൽ നിന്ന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റിലത്തെ ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇത് സെൻറ്റർ നോക്കി തന്നെ വെച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. ഇനി വിപ്പിംഗ് ക്രീം കേക്കിൻ്റെ എല്ലാ വശത്തേക്കും ഒന്ന് ലെവലാക്കി കൊടുക്കാം. വിപ്പിംഗ് ക്രീം ലെവലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ എല്ലാ ലെയർ കേക്കും ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കേക്ക് ഫുള്ളൊന്ന് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഡെക്കറേഷൻസ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ കേക്കിൻ്റെ മേൽഭാഗത്തുനിന്ന് കട്ട് ചെയ്ത പീസ് ഞാൻ ചൂടാക്കിയതിന് ശേഷം മിക്സഡ് ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കേക്കിലൊന്ന് ഇങ്ങനെ ഡിസൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആ ഡിസൈൻ ചെയ്യാനായിട്ട് ഞാനൊരു കാർഡ് എടുത്തിട്ടുണ്ട്. അപ്പം കാർഡിലേക്ക് നമ്മൾ ഈ പൊടി വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ വീഡിയോ കാണുന്ന പോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഡിസൈൻ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫുൾ ഡിസൈനിങ് ചെയ്തെടുത്തിട്ടുണ്ട്. മേൽഭാഗത്ത് ഇതേപോലെ പൂ വരച്ചിട്ട് അതിൻ്റെ മേലിൽ ചെറിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ സൈഡിലും ഡിസൈനൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയൊരു റെഡ് വെൽവെറ്റ് കേക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.